പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തില് പ്രധാന വിപ്ലവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായും പഠിച്ചത് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തെക്കുറിച്ച് അല്ലേ? ആധികാരികമായി തന്നെ എസ്.സി.ആർ.ടി വസ്തുതകൾ ഉൾപ്പെടുത്തി നമ്മൾ പഠിച്ചു. ഇന്നേ ദിവസം നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കിടക്കാം. 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആധികാരികമായി പഠിക്കും. കുറച്ചധികം പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് 2 ക്ലാസ് ആയിപ്പോയത് കേട്ടോ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കഥ പറഞ്ഞു തരാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കഥ. ലോകത്ത് ആദ്യകാലത്ത്, അതായത് എ.ഡി. 1-ാം നൂറ്റാണ്ട് കാലഘട്ടത്തൊക്കെ ലോകം അടക്കി വാണ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിന്റെ ഭൂപ്രദേശം അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ഉത്ഭവിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ യൂറോപ്പ് എന്ന വൻകരയില് ഇറ്റലി എന്ന രാജ്യത്ത്. തുടർന്ന് അവർ ഏഷ്യ വൻകരയിലേക്ക് പടനീക്കം നയിച്ചു. ഏഷ്യ വൻകരയിലും റോമൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അക്കാലയളവിലെ പ്രധാന കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. യൂറോപ്പ് ലോകത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള വൻകരയാണ്. ലോകത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള വൻകരയാണ് ഏഷ്യയും. ഓക്കെ, കിഴക്കേ അറ്റത്ത് ഏഷ്യ, പടിഞ്ഞാറേ അറ്റത്ത് യൂറോപ്പ്. നിലവിൽ നമുക്കറിയാം പടിഞ്ഞാററ്റത്ത് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഉണ്ടെന്നറിയാം. പക്ഷേ തെക്കേ അമേരിക്കയെക്കുറിച്ചോ അല്ലെങ്കിൽ വടക്കേ അമേരിക്കയെക്കുറിച്ചോ ആർക്ക് അറിവില്ലായിരുന്നു? ആദ്യ കാലഘട്ടത്ത് ആർക്കും അറിവില്ലായിരുന്നു. അപ്പൊ യൂറോപ്യന്മാര് പ്രധാനമായിട്ട് കച്ചവടം നടത്തിയിരുന്നത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടാണ്, ഇന്ത്യയുമായും ചൈനയുമായിട്ടും ഒക്കെ. അവരെ കരമാർഗമാണ് കച്ചവടം നടത്തിയിരുന്നത്. റോമൻ സാമ്രാജ്യം, യൂറോപ്പിലെ റോമൻ സാമ്രാജ്യത്തെ നമ്മൾ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം എന്ന് വിളിച്ചു. ലോകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് എന്ന അർത്ഥത്തിൽ. ലോകത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള റോമൻ സാമ്രാജ്യം എന്ന അർത്ഥത്തിൽ ഏഷ്യ വൻകരയിലെ റോമൻ അധീന പ്രദേശങ്ങളെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്ന് വിളിച്ചു. അപ്പൊ ഈ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം, പൗരസ്ത്യ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഏഷ്യ വൻകരയിലെ രാജ്യങ്ങളുമായി എങ്ങനെയാണ് കച്ചവടം നടത്തിയിരുന്നത്? പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി നിശ്ചയിച്ചത് ഇന്നത്തെ തുർക്കി എന്ന രാജ്യത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ഇറ്റലിയിലെ റോമായിരുന്നു. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ. എന്നാൽ ആത്മീയ തലസ്ഥാനം എന്ന് പറയുന്നത് സിറിയയിലെ ഡമാസ്കസുമാണ് കേട്ടോ. സിറിയയിലെ ഡമാസ്കസുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ലോകത്തെ ഏറ്റവും പ്രാചീന തലസ്ഥാന നഗരം എന്ന് വിളിക്കുന്നതും ഡമാസ്കസ് തന്നെ. പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ റോമൻ സാമ്രാജ്യം പിൽക്കാലത്ത് പതിയെ പതിയെ സാമ്രാജ്യ വിസ്തൃതിയിലേക്ക് കുറഞ്ഞു. സാമ്രാജ്യ വിസ്തൃതി കുറഞ്ഞ് റോമൻ സാമ്രാജ്യം യൂറോപ്പിൽ മാത്രമായി ഒതുങ്ങി. ഒടുവിൽ ഇറ്റലി എന്ന രാജ്യത്ത് മാത്രമായി ഒതുങ്ങി. റോമൻ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന പല രാജ്യങ്ങളും പിന്നീട് സ്വാതന്ത്ര്യം നേടി. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ തുർക്കി ദേശസാൽക്കരിച്ചു. അതുവരെ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യയിലെത്തി കച്ചവടം ചെയ്തിരുന്നത്, കരമാർഗം. കടൽമാർഗം വന്നവരുണ്ട്. പക്ഷേ കടൽമാർഗം വരുന്നത് റിസ്കിയാണ്. കാരണം വഴി അറിയത്തില്ല. ഇവരുടെ കയ്യിൽ മാപ്പും ഇല്ല. എങ്കിലും ഇവർ കടൽമാർഗം വന്നിട്ടുണ്ട്. പക്ഷേ പലരും അപകടത്തിൽപ്പെട്ടിരുന്നു. എ.ഡി. 1-ാം നൂറ്റാണ്ടിലൊക്കെ കേരളത്തിലെ വിഴിഞ്ഞം, പൂവാർ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഓഫിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓഫിർ തുറമുഖത്ത് നിന്ന് ഒട്ടനവധി കച്ചവട വസ്തുക്കൾ യൂറോപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. അപ്പൊ കടൽമാർഗം വന്നിട്ടുണ്ട്. പക്ഷേ അപകട സാധ്യത നിറഞ്ഞായതുകൊണ്ട് പലരും കരമാർഗമാണ് സ്വീകരിച്ചിരുന്നത്. നമുക്കറിയാം ഗ്രീക്കുകാരനായ ഹിപ്പാലസ് കടൽമാർഗം വരുന്നേ. അതുകൊണ്ട് അദ്ദേഹം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ഗതി നിർണ്ണയിക്കുക. സെന്റ് തോമസ് കടൽമാർഗം വന്നേ. ജൂതന്മാര് കടൽമാർഗം വന്നേ. അതുകൊണ്ട് അവര് എവിടെ വന്നു? കൊടുങ്ങല്ലൂർ വന്നു. കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നു. ശരിയല്ലേ? കടൽമാർഗം വന്നിട്ടുണ്ട്. പക്ഷേ അപകടമാണ് എന്ന് കണക്കാക്കുന്നു. കാരണം സ്വന്തമായിട്ട് മാപ്പില്ല. പിന്നെ കപ്പൽ സഞ്ചരിക്കുന്നത് കാറ്റിന്റെ സഞ്ചാരദിശയ്ക്കനുസരിച്ചാണ്. കാരണം അപ്പോഴുണ്ടായിരുന്നതെല്ലാം പായ്ക്കപ്പലുകളാണ്. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചടക്കിയപ്പോ ഇനി കച്ചവടം നടത്തണമെങ്കിൽ കടൽമാർഗം പോയേ പറ്റൂ എന്നൊരു ഗതി, അല്ലെങ്കിൽ അങ്ങനെ പോയേ പറ്റൂ എന്ന നിർബന്ധം ഉണ്ടാവുകയാണ്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങള് ആ സമയത്ത്, പ്രത്യേകിച്ച് 15-ാം നൂറ്റാണ്ടില് യൂറോപ്പിലെ പ്രബല രാജ്യങ്ങൾ എന്ന് പറയുന്നത് സ്പെയിനും പോർച്ചുഗലുമായിരുന്നു സാമ്പത്തികമായിട്ട്. അങ്ങനെ സ്പെയിനും പോർച്ചുഗലും നാവിക പരിവേഷണത്തിന് എന്ത് ചെയ്യുന്നു? കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആൾക്കാരൊന്നും യൂറോപ്പിൽ അധികം ഇല്ല.
ഇതിന് ധൈര്യമുള്ള കുറച്ച് പേരുണ്ട് പല രാജ്യങ്ങളിലും. ചിലര് വരാൻ തയ്യാറാണ്, മറ്റൊരു ചിലർ വരാൻ തയ്യാറായുമില്ല. അതുകൊണ്ട് ഏത് വിധേനയും സമുദ്ര പരിവേഷണം നടത്തുവാൻ എന്ത് ചെലവും വഹിക്കുവാൻ ആരൊക്കെ തയ്യാറാണ്? സ്പെയിനും പോർച്ചുഗലും. അങ്ങനെ ഈ 2 രാജ്യങ്ങളും ഒട്ടനവധി സമുദ്ര പരിവേഷകരെ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താൻ നിയോഗിക്കുകയാണ്. പക്ഷെ ഇവരുടെ മാപ്പില്ലല്ലോ? ഇല്ല. അങ്ങനെ നിയോഗിക്കപ്പെട്ട ഇന്ത്യയില് അങ്ങനെ വിജയകരമായി എത്തിച്ചേർന്ന ഒരു വ്യക്തിയുണ്ട്. അല്ലെങ്കിൽ ലോകത്തെ ചുറ്റി സഞ്ചരിച്ച ഒരു വ്യക്തിയുണ്ട്, മഗല്ലൻ. അതൊക്കെ നമുക്കറിയാം. അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചല്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ സ്പെയിനിന്റെ നിർദ്ദേശപ്രകാരം വഴിതെറ്റി ഇന്ത്യ എന്ന് ധരിച്ച് വടക്കേ അമേരിക്കയിലെത്തിയ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പരിശോധിക്കാം. ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ജനിച്ച ക്രിസ്റ്റഫർ കൊളംബസിന് നാവിക പരിവേഷണത്തിന് സഹായം നൽകിയത് സ്പെയിനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കപ്പൽ യാത്ര തിരിച്ചു. കാറ്റിന്റെ ദിശയൊക്കെ മാറി. അങ്ങനെ അദ്ദേഹത്തിന് വഴിതെറ്റി. അദ്ദേഹം വഴിതെറ്റിയതായിട്ട് അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം എവിടെ എത്തിച്ചേർന്നു? ഒരു കരയിൽ എത്തിച്ചേർന്നു. അപ്പൊ അദ്ദേഹം അതെന്തെന്ന് വിചാരിച്ചു? ഇന്ത്യ ആണെന്ന് കണക്കാക്കി. നോക്കിയപ്പോ നമ്മുടെ ടോളമിയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് അനുസരിച്ച് ഇന്ത്യയിലുള്ള ആൾക്കാര് തീരെ കറുത്തവരല്ല, എന്നാൽ തീരെ വെളുത്തവരുമല്ല. എങ്കിലും പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഇന്ത്യയിൽ തന്നെയാണ് എത്തിയത് എന്ന് വിചാരിച്ചിട്ട് ചുവന്ന് തൊടുത്ത, അതായത് ചുവന്ന് കറുത്തു പോയ എന്ന രീതിയിൽ ആ കരയിലെത്തിയ ഭൂപ്രദേശത്ത് ജനങ്ങളെ കണ്ടിട്ട് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇന്ത്യ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ ജനത എന്തെന്ന് വിളിച്ചത്? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. ഓക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം എത്തിയത് എവിടെയായിരുന്നു? വെസ്റ്റ് ഇൻഡീസിലെ ബഹാമസ് ദ്വീപിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയ ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിക്കരുത്. ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ ഭാഗമായ ഇന്നത്തെ വടക്കേ അമേരിക്ക എന്ന വൻകരയുടെ ഭാഗമായ കരീബിയൻ ദ്വീപുകളിലെ ഒരു ദ്വീപരാഷ്ട്രമാണ്. വടക്കേ അമേരിക്കയിലാണ് കരീബിയൻ ദ്വീപുകൾ ഉള്ളത്. ആ കരീബിയൻ ദ്വീപിലെ ഒരു ദ്വീപരാഷ്ട്രമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുക. മറ്റൊരു ദ്വീപിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ചിലപ്പോൾ തെറ്റും. വടക്കേ അമേരിക്കയിലെ ഈ കരീബിയൻ ദ്വീപുകളിൽ ഉൾപ്പെടുന്ന മറ്റൊരു ദ്വീപാണ് ജമൈക്ക. കേട്ടിട്ടുണ്ടോ ജമൈക്ക? ജമൈക്ക ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അവിടുത്തെ ഒരു വ്യക്തിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഉസൈൻ ബോൾട്ട്. ജമൈക്കൻ താരമായ ഉസൈൻ ബോൾട്ടിനെയും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വിചാരിക്കാറുണ്ട്, ആഫ്രിക്കയിൽപ്പെട്ട രാജ്യമായിരിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, അല്ല. വടക്കേ അമേരിക്കയിലെ കരീബിയൻ ദ്വീപസമൂഹത്തിലെ ദ്വീപുകളാണ് ജമൈക്കയും വെസ്റ്റ് ഇൻഡീസും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ വടക്കേ അമേരിക്കയുടെ ഭാഗമായ കരീബിയൻ ദ്വീപിലെ വെസ്റ്റ് ഇൻഡീസിലെ ബഹാമസ് ദ്വീപിലാണ് ആരെത്തിച്ചേർന്നത്? ക്രിസ്റ്റഫർ കൊളംബസ് എത്തിച്ചേർന്നത്. പക്ഷെ പുള്ളിക്കാരൻ അതിന് എന്തായിട്ട് കണക്കാക്കി? ഇന്ത്യ എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ജനത എന്തെന്ന് വിളിച്ചു? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. പക്ഷെ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു 1492 ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയത് എവിടെയല്ല? ഇന്ത്യയിലല്ല, മറിച്ച് എവിടെയായിരുന്നു? അമേരിക്കയിലാണ് എത്തിയത് എന്ന് ആര് മനസ്സിലായി? ചരിത്രത്തിൽ പിന്നീട് മനസ്സിലായി. ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയത് ഇന്ത്യയിലല്ല എന്നും അത് പുതിയൊരു ഭൂഖണ്ഡമാണെന്നും കണ്ടെത്തിയത് മറ്റൊരു നാവികനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അമെരിഗോ വെസ്പൂച്ചി. അപ്പോ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയത് ഇന്ത്യ അല്ല എന്നും മറിച്ച് മറ്റൊരു ഭൂപ്രദേശമാണെന്ന് കണ്ടെത്തിയ അമേരിഗോ വെസ്പൂച്ചിയുടെ സ്മരണ നിലനിർത്തുവാനാണ് ആ ഭൂപ്രദേശത്തിന് എന്ത് പേര് നൽകിയത്? അമേരിഗോ വെസ്പൂച്ചിയുടെ പേര്, അഥവാ അമേരിക്ക എന്ന പേര് നൽകുക. അമേരിഗോ വെസ്പൂച്ചി ജനിച്ചതും ഇവിടെ തന്നെ, ഇറ്റലി തന്നെയാണ്. ക്രിസ്റ്റഫർ കൊളംബസിനെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിനുള്ള ഒരു മെച്ചമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഭൂപടം ഉണ്ടായിരുന്നു. അദ്ദേഹം നിർമ്മിച്ച ഭൂപടമാണ്. ഭൂപട നിർമ്മാതാവും സമുദ്ര പരിവേഷകനുമായിരുന്നു അമേരിഗോ വെസ്പൂച്ചി. ഇദ്ദേഹത്തിന് സമുദ്ര പരിവേഷണത്തിന് സഹായം നൽകിയ രാജ്യവും സ്പെയിൻ തന്നെ. കൊളംബസിനെ തിരുത്തിക്കൊണ്ട് കൊളംബസ് എത്തിയത് അമേരിക്കൻ വൻകരയാണ്, അല്ലാതെ ഏഷ്യയുടെ കിഴക്കൻ ഭാഗമല്ല എന്ന് തെളിയിച്ചു. ഓക്കെ, കൊളംബസിനെ തിരുത്തിക്കൊണ്ട് അമേരിക്കൻ വൻകര എന്ന് പറയുന്നത് ഏഷ്യയുടെ കിഴക്കൻ ഭാഗമല്ല എന്ന് തെളിയിച്ചത് അമേരിക്ക വെസ്പൂച്ചിയാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അമേരിക്ക എന്ന പേര് നൽകുക. നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ, യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കുമ്പോൾ ഇന്ത്യയിൽ എത്തിച്ചേർന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനെ കുറിച്ച് നിങ്ങൾ പഠിക്കാറുണ്ട്. പെട്രോ അൽവാരിസ് കബ്രാൾ, അല്ലെ? പെട്രോ അൽവാരിസ് കബ്രാൾ. അദ്ദേഹം ഇതുപോലെ വഴിതെറ്റിപ്പോയ മനുഷ്യനാണ്. അദ്ദേഹം വഴിതെറ്റിപ്പോയി എത്തിയത് എവിടെയായിരുന്നു?
തെക്കേ അമേരിക്കയിലായിരുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീലിൽ എത്തിച്ചേർന്നത് 1500-ൽ ആരായിരുന്നു? പെട്രോ അൽവാരിസ് കബ്രാൾ ആയിരുന്നു. പെട്രോ അൽവാരിസ് കബ്രാൾ. തെക്കേ അമേരിക്ക അഥവാ ബ്രസീൽ കണ്ടെത്തിയത് അങ്ങനെ ആരായിട്ട് മാറി? കബ്രാൾ ആയിട്ട് മാറി. 1500-ലാണ് കേട്ടോ. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. മനസ്സിലായോ? അങ്ങനെ സമുദ്ര പരിവേഷകരാണ് ഈ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക എന്നിവ കണ്ടെത്തുന്നത്. എപ്പോഴ്? 15-ാം നൂറ്റാണ്ടിൽ. അതുവരെ ലോകത്തിന്റെ കാഴ്ചപ്പാട്, ലോകത്തിന്റെ പടിഞ്ഞാറ് ഭാഗം യൂറോപ്പ്, കിഴക്ക് ഭാഗം ഏഷ്യ. പക്ഷേ ആ വിളിപ്പേര് വീണ്ടും തുടർന്നു. നമ്മള് യൂറോപ്യൻ സംസ്കാരത്തെ അല്ലേ പാശ്ചാത്യ സംസ്കാരം, പടിഞ്ഞാറൻ സംസ്കാരം എന്ന് വിളിക്കുക. എന്നാൽ ലോകത്ത് ഏറ്റവും പടിഞ്ഞാറ് എന്താ? തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക അല്ലേ? അല്ലേ? യെസ്. അങ്ങനെ 15-ാം നൂറ്റാണ്ടായപ്പോഴാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന ഭൂപ്രദേശം ഉണ്ടെന്ന് ആര് മനസ്സിലാക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ആ ഭൂപ്രദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എന്തെങ്കിലും അസംസ്കൃത വസ്തുക്കൾ ഉണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ വന്നപ്പോഴല്ലേ കണ്ടെത്തിയതും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയതും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കുറെ പേരൊക്കെ പോയി. അങ്ങനെയാണ് അമേരിക്കയിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. നമ്മളിനി അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ കഥയാണ് പഠിക്കുക. ബ്രിട്ടീഷുകാരുടെ വടക്കേ അമേരിക്കയിലുള്ള കുടിയേറ്റം. യൂറോപ്യന്മാർ പൊതുവായിട്ട് എത്തിച്ചേർന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ എത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു എന്നതുകൊണ്ടാണ് കേട്ടോ. വടക്കേ അമേരിക്കയിലെ ആദിമ നിവാസികൾ എന്ന് പറയുന്നത് റെഡ് ഇന്ത്യക്കാരായിരുന്നു. അവര് ഗോത്ര ജീവിതമാണ് നയിച്ചിരുന്നത്. ഗോത്ര ജീവിതമാണ് നയിച്ചിരുന്നത്. ആ ഗോത്ര ജീവിതം നയിച്ച ജനങ്ങളെ റെഡ് ഇന്ത്യക്കാർ എന്ന് വിളിച്ചതാരാ? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. എന്നും നമ്മൾ ആ പേര് അങ്ങനെ തന്നെ തുടരുന്നു. 16-ാം നൂറ്റാണ്ടില് യൂറോപ്പിൽ നമ്മൾ ഈ ലോകചരിത്രം പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചത് മതനവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു അല്ലെ? അല്ലടാ? യെസ്. മതനവീകരണത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ കത്തോലിക്ക ക്രിസ്തുമതത്തെ എതിർത്തുകൊണ്ട് പലരും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു. ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ തിരിഞ്ഞപ്പോ കത്തോലിക്ക ക്രിസ്തുമതം ഫോളോ ചെയ്തിരുന്ന പ്രഭുക്കന്മാരും പുരോഹിത പ്രമുഖന്മാരും എന്ത് ചെയ്തു? സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ആ പേടി കൊണ്ട് പലരും എന്ത് ചെയ്തു? യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ 16-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്പിൽ നിന്ന് മറ്റു ഭൂപ്രദേശങ്ങളിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും. അങ്ങനെ വടക്കേ അമേരിക്കയിലേക്ക് യൂറോപ്യൻ ജനതയുടെ കുടിയേറ്റം ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു. അതിന് കാരണമായി പറയുന്നത് മതനവീകരണം തന്നെയാണ്. യൂറോപ്പിലുണ്ടായ മതനവീകരണ പ്രസ്ഥാനങ്ങൾ. ആ മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പേടിയായിരുന്നു എന്ത് ചെയ്തത്? കുടിയേറ്റത്തിനുള്ള കാരണം. തുടർന്ന് ഈ കുടിയേറ്റം പതിയെ പതിയെ ആ പ്രദേശത്തെ വിഭവങ്ങൾ നേടുക എന്നതിലേക്കായി മാറി. ആ ഭൂപ്രദേശത്ത് നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാവും. അങ്ങനെ വിഭവങ്ങൾ കൈയടക്കുക എന്നതായി പിന്നീട് ലക്ഷ്യം. പക്ഷേ ഈ വിഭവങ്ങൾ കൈയടക്കാൻ പോകുമ്പോൾ റെഡ് ഇന്ത്യക്കാർ അവിടെ നിൽക്കോ? ഗോത്രവർഗ്ഗക്കാരാണ്. പക്ഷെ അവർക്ക് അവരുടെ കയ്യിൽ നല്ല ആയുധങ്ങളൊന്നുമില്ല. കമ്പ് കൊണ്ടും കോല് കൊണ്ടൊക്കെയാണ് അവർ ആയുധങ്ങൾ തയ്യാറാക്കുന്നത്. പക്ഷേ റെഡ് ഇന്ത്യക്കാരെ എന്ത് ചെയ്തു? യൂറോപ്യൻ ജനത, കുറച്ചുകൂടെ പരിഷ്കൃതരായ യൂറോപ്യൻ ജനത റെഡ് ഇന്ത്യക്കാരെ ആട്ടി ഓടിച്ചു. റെഡ് ഇന്ത്യക്കാരുടെ കൈവശമുണ്ടായിരുന്ന ആടുകളെയും കന്നുകാലികളെയും ആര് സ്വന്തമാക്കി? കുടിയേറ്റക്കാർ സ്വന്തമാക്കി. റെഡ് ഇന്ത്യക്കാർ കൃഷി ചെയ്തിരുന്ന ഭൂമി ആര് സ്വന്തമാക്കി? കുടിയേറ്റക്കാർ സ്വന്തമാക്കി. അങ്ങനെ റെഡ് ഇന്ത്യക്കാരുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന കന്നുകാലികളെയും കൃഷിസ്ഥലങ്ങളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും ആര് കൈവശപ്പെടുത്തി? യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർ. അങ്ങനെയായപ്പോ ഈ അവരെ കൈവശപ്പെടുത്തിയ സാധനങ്ങൾ എവിടെ കൊണ്ടാ വിൽക്കുന്നത്? യൂറോപ്പില്. അങ്ങനെ യൂറോപ്യൻ ജനതയ്ക്ക് മനസ്സിലായി അവിടെ ഒട്ടനവധി വിഭവങ്ങളുണ്ട്, ഇനിയും കുടിയേറാൻ കഴിയും. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ചിന്തിക്കുമെന്നേ. ഇപ്പോ മലയാളികളില് ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പെർമനന്റ് റെസിഡന്റ് ആയി ജോലി ചെയ്യുന്നു. പഠനത്തിന് വേണ്ടി ബാങ്കില് ഡെപ്പോസിറ്റ് കാണിച്ചാലേ ചില രാജ്യങ്ങൾ അംഗീകാരം നൽകത്തുള്ളൂ പഠനത്തിന്. അവിടെ പഠിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പോവുകയും അവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുന്നേ? അവിടെ കുടിയേറ്റത്തിന് അവസരമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടല്ലേ? അങ്ങനെ അറിഞ്ഞത് കൊണ്ടല്ലേ? അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് കുടിയേറി. അത്രയേ ഉള്ളൂ. അങ്ങനെ പരമ്പരാഗത നിവാസികൾ, വടക്കേ അമേരിക്കയിലെ പരമ്പരാഗത നിവാസികളായ റെഡ് ഇന്ത്യക്കാര് അമേരിക്കയുടെ
പടിഞ്ഞാറൻ തീരത്തേക്ക് അല്ലെങ്കിൽ വടക്കേ അമേരിക്കയുടെ വടക്കൻ തീരത്തേക്ക് എന്ത് ചെയ്തു? ആട്ടി ഓടിക്കപ്പെട്ടു. വടക്കേ അമേരിക്കയുടെ വടക്കൻ തീരത്തേക്ക്, അദ്ദേഹം ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടിക് പ്രദേശത്തിന് തൊട്ടടുത്ത് വടക്കേ അമേരിക്കയുടെ വടക്കൻ പ്രദേശത്തേക്ക് അഥവാ പടിഞ്ഞാറൻ ഭൂപ്രദേശത്തേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. 17-ാം നൂറ്റാണ്ടായപ്പോ യൂറോപ്പിൽ എന്ത് സംഭവിച്ചു? അതുവരെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന ട്യൂഡർ രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു. എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തെ തുടർന്ന്. നമ്മൾ വിപ്ലവം പഠിച്ചു അല്ലേ? തുടർന്ന് ജെയിംസ് ഒന്നാമൻ അധികാരം സ്ഥാപിച്ചു. ജെയിംസ് ഒന്നാമൻ അധികാരം സ്ഥാപിച്ചതിനെ തുടർന്ന് ജെയിംസ് ഒന്നാമൻ ഏത് വംശത്തിൽപ്പെട്ട ആളായിരുന്നു? സ്റ്റുവർട്ട് രാജവംശം. ഈ സ്റ്റുവർട്ട് രാജവംശത്തിൽപ്പെട്ടവര് രാജാധികാരം ദൈവദത്തമാണെന്നും രാജാധികാരം ദൈവം തന്നതുമാണെന്നും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെ ഇവരെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു, ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ജെയിംസ് ഒന്നാമന്റെ മതപീഡനം കാരണം, മറ്റു രാജ്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ അത്രയും മതപീഡനമില്ല, പ്രധാനമായിട്ട് ഇവിടെ ബ്രിട്ടനിലാണ്. ജെയിംസ് ഒന്നാമന്റെ മതപീഡനം കാരണം എന്ത് സംഭവിച്ചു? അവിടെ എന്ത് സംഭവിച്ചു? ഒട്ടനവധി ഇംഗ്ലീഷ് പൗരന്മാർ, ബ്രിട്ടീഷുകാർ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ 17-ാം നൂറ്റാണ്ടില് പ്രധാനമായും 1620, കൃത്യമായി പറഞ്ഞാൽ 1620 ബ്രിട്ടീഷ് രാജാവായ ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടത്ത് മേഫ്ലവറിൽ എന്ന കപ്പലില് വടക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്ന ബ്രിട്ടീഷുകാർ ആദ്യമായി അവിടെ സ്ഥിരതാമസത്തിന് തുടക്കം കുറിച്ചു. അതുവരെ വടക്കേ അമേരിക്കയിലേക്ക് പോകുന്നു, നമ്മുടെ റെഡ് ഇന്ത്യക്കാർ ആക്രമിച്ച് അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നു, തിരിച്ച് യൂറോപ്പിൽ വന്ന് വിളിക്കുന്നു. ഇതായിരുന്നു. എന്നാൽ ജെയിംസ് ഒന്നാമന്റെ കാലത്ത് മതപീഡനം ശക്തമായപ്പോ മേഫ്ലവർ എന്ന കപ്പലില് അമേരിക്കയിലെത്തിയ ബ്രിട്ടീഷുകാർ അവിടെ സ്ഥിരതാമസം ആരംഭിച്ചു. ഈ സ്ഥിരതാമസത്തെയാണ് നമ്മൾ കോളനിവൽക്കരണം എന്ന് പറയുക. ആധിപത്യം സ്ഥാപിച്ച സ്ഥിരതാമസം ആരംഭിക്കുക. അപ്പൊ 17-ാം നൂറ്റാണ്ടില്, കൃത്യമായി പറഞ്ഞാൽ 1620 മേഫ്ലവർ എന്ന കപ്പലിൽ എത്തിച്ചേർന്ന ബ്രിട്ടീഷുകാരാണ് വടക്കേ അമേരിക്കയിൽ സ്ഥിരതാമസം ആരംഭിക്കുക, അഥവാ കോളനിവൽക്കരണത്തിന് തുടക്കം കുറിക്കുക. സെറ്റാണേ. ബ്രിട്ടീഷ് കുടിയേറ്റക്കാർ എന്ത് പേരിൽ അറിയപ്പെട്ടു? തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെട്ടു. അങ്ങനെ സ്ഥിരതാമസമാക്കിയ ഇവരുടെ റിലേറ്റീവ്സിനെയും സുഹൃത്തുക്കളും ഒക്കെ എന്ത് ചെയ്തു? വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഈ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ബ്രിട്ടീഷ് പൗരന്മാരെ, ഇംഗ്ലീഷ് പൗരന്മാരെയാണ് നമ്മൾ പൊതുവായിട്ട് എന്തെന്ന് വിളിക്കുക? തീർത്ഥാടക പിതാക്കന്മാർ എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ കുടിയേറിയ സാധാരണക്കാരായ ആദിമ നിവാസികളായ റെഡ് ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയവർ എന്നർത്ഥം. ഉന്നത കുലജാതർ എന്നർത്ഥം. അപ്പൊ ബ്രിട്ടീഷ് കുടിയേറ്റക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തീർത്ഥാടക പിതാക്കന്മാർ എന്ന് വിളിക്കുക. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ, കാരണം യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വടക്കേ അമേരിക്കയുടെ കിഴക്ക് ഭാഗത്താണ് ഇവരെത്തിച്ചേരുന്നത്. ശരിയല്ലേ? യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അമേരിക്കയുടെ കിഴക്ക് ഭാഗമല്ലേ? മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഭൂപടം വരച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ കിഴക്ക് ഏഷ്യയാണ്. ഏഷ്യ എങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. അതോട് ചേർന്ന് എന്തുണ്ട്? യൂറോപ്പ് ഉണ്ട്. അതിന്റെ ഇടയിൽ എന്തുണ്ട്? നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട് സാഗരയിൽ. അതിന്റെ അപ്പുറത്താണ് എന്തുള്ളത്? വടക്കേ അമേരിക്ക ഉള്ളത്. നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. അപ്പൊ യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇവര് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് എവിടെ എത്തിച്ചേരും? നോർത്ത് അമേരിക്കയുടെ കിഴക്ക് ഭാഗത്ത് എത്തിച്ചേരും. ശരിയാണേ. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എങ്ങോട്ട് ആട്ടി ഓടിക്കപ്പെട്ടു? ഈ ഒരു പ്രദേശത്തേക്ക്. ആദിമ നിവാസികളായ വടക്കേ അമേരിക്കയിലെ ആദ്യ നിവാസികളെ റെഡ് ഇന്ത്യൻസിനെ വടക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തേക്ക് ആട്ടി ഓടിച്ചു. ബാക്കി ഭൂപ്രദേശങ്ങൾ മൊത്തം ആര് കീഴടക്കി? വടക്കേ അമേരിക്കയുടെ ഈ ഒരു ഭൂപ്രദേശങ്ങൾ മൊത്തം ആര് കീഴടക്കി? നമ്മുടെ ബ്രിട്ടീഷുകാർ അഥവാ യൂറോപ്യൻ പൗരന്മാർ കീഴടക്കി. മനസ്സിലായോ? അങ്ങനെ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലാണ് എന്ത് ചെയ്തത്? സ്ഥിരതാമസമാക്കിയത്. റെഡ് ഇന്ത്യൻസ് ജീവിച്ചതുപോലെ ഗോത്രങ്ങളായിട്ടാണ് ഇവരും ജീവിക്കുക. ഗോത്രങ്ങളായിട്ട്. കാരണം അത്രയധികം നഗരവൽക്കരണം നടന്ന ഭൂപ്രദേശമല്ല, അല്ലെ? പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഭൂപ്രദേശമാണ്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണേ? സെറ്റ് ആണെന്ന് കരുതിക്കോട്ടെ. യെസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബ്രിട്ടീഷ് കുടിയേറ്റക്കാരാണ് എന്ത് പേരിൽ അറിയപ്പെടുക? തീർത്ഥാടക പിതാക്കന്മാർ. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 കോളനികൾ സ്ഥാപിച്ചു.
അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് എന്ന് നമ്മൾ അവിടെ കൂട്ടിച്ചേർത്തു, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പിക്ചർ റെപ്രസെന്റേഷൻ നൽകിയത്. ഓക്കെ. റെഡ് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഉൾപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയുടെ വടക്കൻ ഭൂപ്രദേശത്തേക്ക് എന്ത് ചെയ്തു? ആട്ടി ഓടിക്കപ്പെട്ടു. തുടർന്ന് ബ്രിട്ടീഷ് പൗരന്മാരല്ലേ അവിടെയുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് കുറച്ചുപേര് എന്ത് ചെയ്തു? വന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് യൂറോപ്പിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മേഫ്ലവർ എന്ന കപ്പലിൽ വന്നവരാണ് അവിടെ സ്ഥിരതാമസമാക്കിയത്. അതിനു മുൻപും ശേഷവും അവിടെ ചിലർ വരികയും സാധനങ്ങൾ തിരികെ യൂറോപ്പിൽ വന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്. അത്തരം കച്ചവടക്കാര് എന്ത് ചെയ്തു? ഈ കോളനികളിൽ കുടിയേറ്റക്കാരായി എത്തിയ, മതപീഡനത്തെ തുടർന്ന് എത്തിയ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. ആ സാധാരണക്കാരായ ജനങ്ങളുടെ മുകളില് ഈ കച്ചവടക്കാര് ആധിപത്യം സ്ഥാപിച്ചു. കാരണം ഈ കച്ചവടക്കാരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? പ്രഭു കുടുംബത്തിൽപ്പെട്ടവരോ രാജകുടുംബാംഗങ്ങളോ ആയിരിക്കും. സാധാരണക്കാരായ ജനങ്ങള് അമേരിക്കയിൽ വന്ന് സ്ഥിരതാമസം ആരംഭിച്ചു. അവിടെ കച്ചവടത്തിന് എത്തിച്ചേർന്ന പ്രഭു കുടുംബാംഗങ്ങൾ എന്ത് ചെയ്തു? ഈ കോളനി നിവാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർക്ക് കുറേയധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഇനി ആ നിയന്ത്രണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുറപ്പിക്കുന്നത്. സെറ്റാണേ? ഓക്കെ. ഇനി ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായിട്ടും ആ കുടിയേറി പാർത്ത തീർത്ഥാടക പിതാക്കന്മാർ, അതായത് ബ്രിട്ടീഷ് പൗരന്മാരിൽ ചിലര് എന്ത് ചെയ്തു? പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പേടിയാണ് അവർക്ക്. കാരണം ഈ കുടിയേറ്റക്കാർ സാധാരണ ജനങ്ങളാ, അല്ലെ? മതപീഡനത്തെ തുടർന്ന് കുടിയേറിയവരാ ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും പലരുടെ മനസ്സിലും പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധത്തെ ആളിക്കത്തിക്കാൻ കാരണമായത് ചില ചിന്തകന്മാരുടെ നിർദ്ദേശങ്ങളായിരുന്നു, അല്ലെങ്കിൽ പ്രബോധനങ്ങളായിരുന്നു. ചില ചിന്തകന്മാരുടെ നിർദ്ദേശങ്ങളായിരുന്നു അഥവാ പ്രബോധനങ്ങളായിരുന്നു. നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർത്ഥാടക പിതാക്കന്മാർക്ക് പ്രചോദനം നൽകിയ ചിന്തകർ. ഒന്ന്, ജോൺ ലോക്ക്. ആ സെന്റൻസ് ഒന്നും പ്രിയ ഉദ്യോഗാർത്ഥികളെ കാണാതെ പഠിക്കല്ലേ. കാരണം അത് നിങ്ങൾക്ക് ചോദ്യത്തിലേ തരത്തുള്ളൂ. PSC നിങ്ങൾക്കത് ചോദ്യത്തിലേ തരത്തുള്ളൂ. ആ സെന്റൻസ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കും. അപ്പൊ ജോൺ ലോക്ക് എന്ന വ്യക്തി ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഖനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ആരാ? പ്രഭുക്കന്മാരെ, കച്ചവടക്കാർ. അതുകൊണ്ട് തന്നെ പ്രഭുക്കന്മാര്, കച്ചവടക്കാർ എന്തൊക്കെ പറയുന്നു അതെന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് കേട്ടിരുന്നു. ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കച്ചവട സ്ഥാപനം കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ബ്രിട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടൻ അത് അംഗീകരിച്ചു കൊടുത്തിരുന്നു. അതുപോലെ അപ്പോ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഖനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? ജോൺ ലോക്ക് ആയിരുന്നു. രണ്ട്, തോമസ് പെയിൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഡയലോഗ് നോക്കി: ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ട് എന്ന ഈ തീർത്ഥാടക പിതാക്കന്മാരുടെ മാതൃരാജ്യത്തിന് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഞാൻ ഈ ബ്രാക്കറ്റില് ഇംഗ്ലണ്ട് എന്ന വടക്കേ അമേരിക്കയും തന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. PSC ചോദിക്കുമ്പോ ഇംഗ്ലണ്ട്, അമേരിക്ക എന്ന സെന്റൻസിൽ തരൂല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാനത് കൂട്ടിച്ചേർത്തതാണേ. അപ്പൊ തോമസ് പെയിൻ പറഞ്ഞ കാര്യം എന്താണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ, അദ്ദേഹം ഒരു നോവലാണ് എഴുതിയത്, അങ്കിൾ ടോംസ് ക്യാബിൻ. അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നോവലായിരുന്നു ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. അടിമത്തത്തിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ട നോവലായിരുന്നു. ഇതാണ് പിൽക്കാലത്ത് അമേരിക്കയില് അടിമത്തം നിരോധിക്കാനുള്ള പ്രധാന കാരണമായി മാറിയത്. അപ്പോൾ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ, അതിന്റെ പ്രശസ്തമായ നോവലായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ. അപ്പൊ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാല് ആരാണ്? ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ ആണ്. അമേരിക്കയിലെ അടിമത്ത സമ്പ്രദായത്തെ കുറിച്ചാണ് ഈ നോവലിൽ പരാമർശിക്കുക. തോമസ് പെയിന്റെ പ്രശസ്തമായ ഡയലോഗാണ്: ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന്. അപ്പൊ ചിന്തകന്മാരുടെ ഡയലോഗ് ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചേർപ്പിച്ചാലോ? തീർത്ഥാടക പിതാക്കന്മാർക്ക് പ്രചോദനം നൽകിയ ചിന്തകൾ. ഒന്ന്, ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഖനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്.
ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. അമേരിക്കയിലെ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള ഹാരിറ്റ് ബീച്ചർ സ്റ്റോവിന്റെ നോവലാണ് അങ്കിൾ ടോംസ് കേബിൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കച്ചവടത്തിന് എത്തിച്ചേർന്ന ആരാ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. വടക്കേ അമേരിക്കയിലാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കമ്പനി രൂപീകരിച്ചില്ല. പ്രഭു കുടുംബത്തിൽപ്പെട്ടവരാണ് അവിടെ എന്ത് ചെയ്യുക, കച്ചവടത്തിന് പോകുന്നത്. ആ പ്രഭു കുടുംബത്തിൽപ്പെട്ടവർ കച്ചവടത്തിന് പോകുമ്പോൾ അവർക്ക് ഉതകുന്ന രീതിയിൽ നിയമം നിർമ്മിക്കുവാൻ ആര് തയ്യാറായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് തയ്യാറായിരുന്നു. കൂടുതൽ ലാഭം കിട്ടുന്ന പ്രവൃത്തിയായതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റും അതിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ ഉദാഹരണമായി കണക്കാക്കി. ഇന്ത്യയിൽ നിന്ന് എത്രത്തോളം നികുതി പിരിക്കാൻ പറ്റുമോ അത്രത്തോളം നികുതി പിരിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതൊരു നിയമം കൊണ്ടുവന്നതിനെയും ആര് അംഗീകരിച്ചിരുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 1848 ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി കൊണ്ടുവന്നപ്പോ ബ്രിട്ടീഷ് പാർലമെന്റ് എതിർത്തതായിട്ട്? ഇല്ല. 1857 വിപ്ലവം കഴിഞ്ഞപ്പോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അത് നിരോധിച്ചു. 1798 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണാധികാരിയായ റിച്ചാർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥിതി കൊണ്ടുവന്നത്. അത് എതിർത്തതായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ശരിയല്ലേ? അപ്പൊ കച്ചവടക്കാർക്ക് മേന്മയുണ്ടാകുന്ന നിയമങ്ങൾ ആര് നിർമ്മിച്ചു? ബ്രിട്ടീഷ് പാർലമെന്റ് നിർമ്മിച്ചിരുന്നു. കാരണം ബ്രിട്ടീഷ് പാർലമെന്റിനെ സംബന്ധിച്ച് ഇവര് കാരണം ഒട്ടനവധി ലാഭം അഥവാ നികുതി ആർക്ക് കിട്ടും? ബ്രിട്ടീഷ് പാർലമെന്റിന് കിട്ടും. അത്തരത്തില് അമേരിക്കൻ ജനതയെ, അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ബ്രിട്ടീഷ് ജനതയെ, അവരെയാണ് നമ്മൾ അമേരിക്കൻ ജനത എന്ന് വിളിക്കുക. അമേരിക്കയിലെ ആദിമ ജനത എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻസ്. അമേരിക്കൻ ജനത ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന ആരെയാണ്? ഈ തീർത്ഥാടക പിതാക്കന്മാരെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ അമേരിക്കൻ ജനതയെ അഥവാ തീർത്ഥാടക പിതാക്കന്മാരെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷുകാർ കുറെ നിയമങ്ങൾ പാസാക്കി. ആ നിയമങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെ പൊതുവായി നമ്മൾ വിളിക്കുന്നത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്നാണ്. കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്നതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ആ പേരിൽ തന്നെയുണ്ട് അവിടെ രണ്ടോ അതിലധികമോ നിയമങ്ങളുണ്ട് എന്ന്, അല്ലെ? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നമുക്ക് നോക്കാം. മെർക്കന്റലിസ്റ്റ് നിയമങ്ങളെ. യെസ്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്താണ്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഇംഗ്ലണ്ട് കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഓരോ നിയമവും നമുക്ക് പഠിക്കേണ്ടി വരും. ആ നിയമത്തിന്റെ ഉള്ളടക്കം എന്താണെന്നും പഠിക്കേണ്ടി വരും. കാണാതെ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പക്ഷെ ആ നിയമങ്ങളുടെ പേരും വർഷവും പഠിച്ചേക്കാം. കണ്ടന്റ് കാണാതെ പഠിക്കരുത്, അത് വായിച്ചാൽ നമുക്ക് കിട്ടും. സെറ്റാണ്. യെസ്, കോളനികളിൽ നിന്നോ അതായത് നമ്മുടെ തീർത്ഥാടക പിതാക്കന്മാര് 13 കോളനി സ്ഥാപിച്ചില്ലേ, ആ 13 കോളനികളാണ് ഉദ്ദേശിക്കുന്നത്. കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഇത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ പറയുന്നതാണ്. പക്ഷേ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ നിയമങ്ങളുണ്ടല്ലോ, അതിൽ ഏത് നിയമം? അതാ നമ്മൾ പറയുക നാവിക നിയമം. കപ്പലുമായി ബന്ധപ്പെട്ടത് നാവിക നിയമം. ഓക്കെ, അപ്പോ നാവിക നിയമം പാസ്സാക്കുന്നത് 1651 മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ ഒന്ന് ഈ നാവിക നിയമമാണ്. ഓക്കെ, അപ്പൊ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ നിയമങ്ങളുണ്ട്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇംഗ്ലണ്ട് അമേരിക്കയുടെ 13 കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. അതിലൊന്നാണ് നാവിക നിയമം 1651. എന്താ ഇതിൽ പറയുന്നേ? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. മറ്റ് ഒരു കപ്പലും ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഒഴികെ മറ്റൊരു രാജ്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ കച്ചവടം നടത്താൻ പാടില്ല എന്നർത്ഥം. ബ്രിട്ടൻ ഒഴികെ ഈ അമേരിക്കയിലെ, വടക്കേ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരുടെ 13 കോളനികളിൽ മറ്റൊരു രാജ്യവും കച്ചവടം നടത്താൻ പാടില്ല. അമേരിക്കൻ നിവാസികൾ, തീർത്ഥാടക പിതാക്കന്മാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രം. വേറെ ഒരു രാജ്യത്തിന് നൽകാൻ പാടില്ല. അങ്ങനെ വരുമ്പോ അവിടെ കുത്തക ആർക്കായിട്ട് മാറി? ബ്രിട്ടനായിട്ട് മാറി. മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. വാങ്ങാൻ ആര് മാത്രമേ ഉള്ളൂ? ബ്രിട്ടൻ. അപ്പൊ ബ്രിട്ടൻ പറയുന്നതാ വില. കുറേയധികം പേര് വാങ്ങാനുണ്ടെങ്കിൽ
ഉൽപ്പാദിപ്പിക്കുന്നവർ പറയുന്നതാണ് വില. വാങ്ങാൻ വേറെ ആരുമില്ല. ഇവർ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്ത് സംഭവിക്കും? അവർ പറയുന്ന വിലയ്ക്ക് കർഷകർക്ക് സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അടുത്ത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്ന നിയമം പാസാക്കി. ഇതാണ് ഷുഗർ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുക 1764. അപ്പോ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരെ കോളനികളെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് ഷുഗർ ആക്ട് പാസാക്കിയതെന്ന് 1764. അങ്ങനെ പി എസ് സി ചോദിക്കാം. എന്താണ് ഷുഗർ ആക്ട് പറയുന്നത്? കോളനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര മുതലായ സാധനങ്ങൾ, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. കോളനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. സെറ്റാണേ? ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നു, കോളനികളിലെ നിയമപരമായ വർത്തമാന പത്രങ്ങൾ, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. നമ്മുടെ നാട്ടില് എന്തെങ്കിലും മുദ്ര പതിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാശ് കൊടുക്കണ്ടേടാ. ആ മുദ്രപത്രത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാമ്പ് പേപ്പർ എന്ന് വിളിക്കും അല്ലേ? ഇപ്പോ എന്തെങ്കിലും വസ്തു കൈമാറ്റം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടമ്പടി ഒപ്പുവെക്കണം, ആ കരാർ എഴുതി തയ്യാറാക്കുന്ന എന്തിനാ? മുദ്രപത്രത്തിലാണെന്ന് നമ്മൾ പറയും. മുദ്രപത്രം വെറുതെ കിട്ടുമോ? ഇല്ല, അതിന് കാശ് കൊടുക്കണം. സ്റ്റാമ്പ് പേപ്പർ, മുദ്രപത്രം. അപ്പൊ അതിന്റെ നിയമത്തിന്റെ പേരെന്താ? സ്റ്റാമ്പ് ആക്ട് 1765. അപ്പൊ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളും വർത്തമാന പത്രങ്ങളും ലഘുരേഖകളും ലൈസൻസുകളും തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള തുക നികുതി ബ്രിട്ടൻ അടയ്ക്കണം. പ്രസ്തുത നിയമമാണ് സ്റ്റാമ്പ് ആക്ട് 1765 എന്ന പേരിൽ അറിയപ്പെടുക. സ്റ്റാമ്പ് ആക്ട് 1765 എന്ന പേരിൽ അറിയപ്പെടുക. ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അതായത് ഇംഗ്ലീഷുകാര് കച്ചവടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സൈന്യത്തെ വിന്യസിക്കുക. ഇന്ത്യയിലും അങ്ങനെയല്ലേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കച്ചവടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സൈന്യം വരിക. ആ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ആധിപത്യം സ്ഥാപിച്ചു. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് നൽകണം? കോളനിക്കാർ നൽകണം. ഒന്നാമത് കോളനിക്കാരെ മൊത്തത്തിൽ ചൂഷണം ചെയ്യാം. ഇനി ഇംഗ്ലീഷ് സൈന്യത്തിനും സ്ഥലം നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക ജനങ്ങളിൽ പ്രതിഷേധം ഉണ്ടാവില്ലേ? ഉണ്ടാകും. കറൻസി അച്ചടിക്കാനുള്ള അധികാരം ഇംഗ്ലണ്ടിനാണ്. അവിടെയും പ്രശ്നമായി. ഇപ്പോ വടക്കേ അമേരിക്കയിലുള്ള തീർത്ഥാടക പിതാക്കന്മാർ എന്ന കോളനികൾക്ക് കറൻസി അച്ചടിച്ചാൽ അവർക്ക് വിനിയോഗം ചെയ്യാം, കുഴപ്പമില്ല. അവിടെ സാമ്പത്തിക വിതരണം അവരുടെ കൈവശമായിരിക്കും. പക്ഷേ ഇവിടെ കറൻസി അച്ചടിക്കാനുള്ള അധികാരം ഇംഗ്ലണ്ടിന് എന്ന് പറയുമ്പോൾ സാമ്പത്തിക അധികാരം ആര് പിടിച്ചെടുത്തു? അമേരിക്കൻ കോളനിയുടെ സാമ്പത്തിക അധികാരം പൂർണ്ണമായിട്ട് ആര് പിടിച്ചെടുത്തു? ഇംഗ്ലണ്ട് പിടിച്ചെടുത്തു. വികസന പ്രവർത്തനങ്ങൾക്കോ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആര് കൊടുത്താലേ ഇനി കിട്ടത്തുള്ളൂ? ഇംഗ്ലണ്ട് കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതായിരുന്നു 1764 കറൻസി നിയമം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ അമേരിക്കൻ ജനത അഥവാ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കാര് അല്ലെങ്കിൽ അമേരിക്കയിലെ ഇംഗ്ലീഷ് വംശജര് ക്ഷമിച്ചു, സഹിച്ചു. പ്രതിഷേധമൊക്കെ ഉണ്ട്, പക്ഷെ പേടിയാ പ്രതിഷേധിക്കാൻ. വീണ്ടും അടുത്തതാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. നമുക്കറിയാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം നടത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോഴൊന്നും ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടായെങ്കിലും ഒരു തീപ്പൊരി അങ്ങോട്ട് കത്തിയില്ല, ആളെ ജ്വലിച്ചില്ല. ഒടുവില് ബ്രിട്ടീഷ് സൈനിക താവളത്തിൽ ജോലി ചെയ്തിരുന്ന ശിപായികളായ ഇന്ത്യക്കാര് എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കാൻ അവരെ നിർബന്ധിച്ചതാണ് ഒടുവിൽ പൊട്ടിപ്പുറപ്പെടാൻ കാരണം. അത് പിന്നീട് അങ്ങോട്ട് ആളിക്കത്തി. ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം എന്ത് ചെയ്തു? കലാപത്തിലേക്ക് പിന്തുണയുമായി എത്തി. അതുപോലെയാണ് ഇവിടെ. അതാണ് നമ്മൾ ഇതാ പറയാൻ പോകുന്നത്. ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ വിട്ടു നൽകണം. കറൻസി അച്ചടിക്കാനുള്ള അധികാരം ആർക്ക് കിട്ടി? ഇംഗ്ലണ്ടിന് കിട്ടി. ഇതാണ് കറൻസി ആക്ട് എന്നറിയപ്പെടുക. അതാണ് പ്രതിഷേധത്തിനുള്ള കാരണം. എന്നാൽ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമാണ് അടുത്ത് പറയുക. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സാധാരണഗതിയിൽ കോളനികളിലേക്ക് ഈ തേയിലയും ഗ്ലാസും കടലാസും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാധനങ്ങളുടെ വില വർദ്ധിച്ചു.
ഒന്നാമത് അമേരിക്കൻ ജനത, അതായത് തീർത്ഥാടക പിതാക്കന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിച്ചാണ് ഇംഗ്ലണ്ട് ഏറ്റെടുക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിന് മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവര് ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാ. എന്നിട്ട് ഇവരുടെ നിത്യോപയോഗ സാധനങ്ങളായ ഗ്ലാസ്, അതുപോലെ തന്നെ തേയില, കടലാസ് എന്നിവയ്ക്ക് നികുതി ഏർപ്പെടുത്തിയപ്പോ, ഈ ഗ്ലാസും കടലാസും നികുതി ഏർപ്പെടുത്താൻ അവർക്ക് മൈൻഡ് ചെയ്യണ്ടെന്ന് വെക്കാം. പക്ഷെ അവർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന തേയിലയ്ക്ക് നികുതി ഈടാക്കി ഇറക്കുമതി ചുങ്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തേയിലയ്ക്ക് വൻ വില വർധനവുണ്ടായി. ഒന്നാമത് ദാരിദ്ര്യം, അതിന്റെ അടുത്ത് തേയിലയ്ക്ക് വില കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? വൻ വില വർധനവുണ്ടായി. ഇതാണ് എന്തൊക്കെ ത്യാഗം സഹിച്ചും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവസാനിപ്പിക്കണം, ബ്രിട്ടീഷുകാർ തങ്ങളുടെ മേലിൽ കാണിക്കുന്ന മേധാവിത്വം, നിയന്ത്രണം അവസാനിപ്പിക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് ആര് വരാൻ കാരണമായത്? അമേരിക്കൻ ജനത അഥവാ തീർത്ഥാടക പിതാക്കന്മാർ വരാൻ കാരണമായത്. ആ പ്രതിഷേധം അണപൊട്ടി ഒഴുകാൻ കാരണമായത് എന്തായിരുന്നു? ഈ ടീ ആക്ട് ആയിരുന്നു. ആ അണപൊട്ടി ഒഴുകിയതിനെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ടത്. അതിനു മുമ്പ് ഈ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് വരാം. ഓക്കെ? അപ്പോ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്താണ്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഇംഗ്ലണ്ട് കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം, അതായിരുന്നു മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. കുറെ നിയമങ്ങളുണ്ട് വിവിധ കാലഘട്ടങ്ങളിലായി. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന നിയമം പാസാക്കുന്നത് 1651. ഇത് നാവിക നിയമം എന്നറിയപ്പെടും. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്ന നിയമം 1764 പാസാക്കി. ഇത് ഷുഗർ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. ഇതായിരുന്നു 1765 സ്റ്റാമ്പ് ആക്ട്. അപ്പൊ കൂടുതൽ തുക കൊടുക്കേണ്ടി വരും അവർക്ക്, അല്ലെ? യെസ്. ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. കറൻസി അച്ചടിക്കുവാനുള്ള അധികാരം ഇംഗ്ലണ്ടിനാണ് എന്ന് പ്രഖ്യാപിച്ചത് 1764 കറൻസി നിയമം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് ടീ ആക്ട് 1773. അപ്പൊ ഈ ടീ ആക്ട് പാസ്സാക്കിയപ്പോ ഇവരുടെ പ്രതിഷേധം അങ്ങ് അണപൊട്ടി. അതാണ് എന്തിന് കാരണമായി തീർന്നത്? ബോസ്റ്റൺ ടീ പാർട്ടിക്ക്. അപ്പോ നമ്മുടെ അമേരിക്കൻ കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നമായിരുന്നു എന്ത്? തേയില. തേയിലയുടെ ലോകത്തെ പ്രധാന ഉൽപാദകർ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ചൈനയായിരുന്നു കേട്ടോ. കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ തെക്കേ അമേരിക്ക, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. അപ്പൊ ചൈനയിൽ നിന്ന് ഇംഗ്ലണ്ട് എന്ത് ചെയ്യും? തേയില കൊണ്ടുപോകും. യൂറോപ്പില് അതിന് കൂടുതൽ ടാക്സ് ഈടാക്കും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ വടക്കേ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവര് വീണ്ടും ടാക്സ് കൊടുക്കും. അപ്പോ വലിയ വർധനവാണ് വരിക. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1773 ഡിസംബർ 16 റെഡ് ഇന്ത്യക്കാരുടെ, അതായത് വടക്കേ അമേരിക്കയിലെ ആദിമ നിവാസികളായ ഗോത്രവർഗക്കാരായ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച്, കാരണം നേരിട്ട് ഇവർക്ക് പ്രത്യക്ഷപ്പെടാൻ പേടിയാ, ചിലപ്പോ തങ്ങളെ കൊന്നുകളഞ്ഞേക്കാം. റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് ഈ തേയിലപ്പെട്ടി ഇറക്കിക്കൊണ്ടിരുന്ന ബോസ്റ്റൺ തുറമുഖത്തെ കപ്പലിലെ 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ജനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജോൺ ആഡംസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ജോൺ ആഡംസിനെ എങ്ങനെ വിളിക്കാറുണ്ട്? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ജോൺ ആഡംസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുക? പ്രസിദ്ധമായ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജോൺ ആഡംസ് ആയിരുന്നു. സെറ്റാണേ. അപ്പോ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിലെ അഥവാ ബ്രിട്ടീഷ് കപ്പലിലെ 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജോൺ ആഡംസ് ആയിരുന്നു. അതുകൊണ്ട് ജോൺ ആഡംസിനെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. PSC ചോദിക്കാം, ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണമായ മെർക്കന്റിലിസ്റ്റ് നിയമം ഏത് എന്ന് ചോദിക്കാം. ഏതാണ് മെർക്കന്റിലിസ്റ്റ് നിയമം? ഏതാ? ടീ ആക്ട് 1773 ടീ ആക്ട്, തേയില നിയമം. സെറ്റാണേ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലർക്കെങ്കിലും. പക്ഷെ ഏകീകരിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇതൊക്കെ CRT ഫാക്ട് ആണടാ.
പലപ്പോഴും നിങ്ങൾ അവിടെ ഇവിടേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് ഘടനയായിട്ട് പഠിക്കാം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് നേരിടാൻ പറ്റും. സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 നടക്കാനുണ്ടായ പ്രധാന കാരണം മെർക്കന്റലിസ്റ്റ് നിയമമായ ടീ ആക്ട് ആണ്. ടീ ആക്ട് പാസ്സാക്കിയത് വർഷം 1773. റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ ജനങ്ങള് ആരുടെ നേതൃത്വത്തിലാണ് വന്നേ? ജോൺ ആഡംസിന്റെ. ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന, അതായത് ഈ തേയില ഇറക്കാൻ വേണ്ടി വന്ന ബ്രിട്ടീഷ് കപ്പലിലെ 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. നേതൃത്വം നൽകിയ ജോൺ ആഡംസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു. സെറ്റ് അല്ലേ? ഗുഡ്. ഇനി അടുത്ത് പറയട്ടെ. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1773 ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തതാണ്? ഇംഗ്ലീഷ് ഭരണകൂടം എന്ത് ചെയ്തതാണ്? അമേരിക്കയിലെ കോളനി നിവാസികളുടെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാണോ ഉദാരമായ നിലപാട് സ്വീകരിച്ചാണോ? അടിച്ചമർത്തുന്ന പ്രവണതയല്ലേ? അതികർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. കർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അപ്പോൾ ആ കർശനമായ വ്യവസ്ഥകൾ പാടില്ല, അത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ 13 കോളനിയിലെയും ജനങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. അതാണ് ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറയുക. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർത്തത് 1774 സെപ്റ്റംബർ മാസം 5-ാം തീയതി. വിശേഷണം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് ആണ് ഇവർ സമ്മേളിച്ചത്. അതുകൊണ്ടാണ് അതിനെ ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് വിളിക്കുക. അതേ സ്ഥലത്ത് ഇവർക്ക് വീണ്ടും അടുത്ത വർഷം സമ്മേളിക്കേണ്ടി വന്നു. അതുകൊണ്ട് 1774 ഇത് നമ്മൾ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് വിളിച്ചു. അല്ല രണ്ടാമത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് തുടങ്ങിയതല്ല. ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇവരുടെ തീരുമാനങ്ങളൊന്നും വില കൽപ്പിച്ചില്ല. അതുകൊണ്ട് വീണ്ടും കൂടേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ ഇത് എന്തായിട്ട് മാറി? ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഓക്കെ, അപ്പൊ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നത് 1774 സെപ്റ്റംബർ മാസം 5-ാം തീയതി. വിശേഷണം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്തായിരുന്നു കാരണം? അമേരിക്കൻ പ്രതിഷേധം അടിച്ചമർത്തുവാൻ ബ്രിട്ടൻ പാസാക്കിയ നിയമമായ ദി ഇൻടോളറബിൾ ആക്ട് 1774 എതിർക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവിച്ചപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാര് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമായിരുന്നു ദി ഇൻടോളറബിൾ ആക്ട് 1774. അങ്ങനെ ബ്രിട്ടൻ പാസാക്കിയ ദി ഇൻടോളറബിൾ ആക്ട് 1774 എതിർക്കുക എന്നതായിരുന്നു ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. 13 കോളനികൾ ഉണ്ടല്ലേ? അതില് ജോർജിയ എന്ന കോളനിയിലെ ജനങ്ങൾ പങ്കെടുത്തില്ല. ജോർജിയ ഒഴികെ മറ്റ് കോളനികളുടെ പ്രതിനിധികളാണ് ഇവിടെ സമ്മേളിച്ചത്. ജോർജിയ ഒഴികെയുള്ള മറ്റ് കോളനികളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു? ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ സമ്മേളിച്ചു. ഇവർക്ക് പേടിയാണ്. അപ്പോ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം നൽകാമെന്ന് തീരുമാനിച്ചു. തങ്ങള് മനഃപൂർവ്വം ബോസ്റ്റൺ ടീ പാർട്ടി എന്നത് അപകടകരമായ കാര്യം ചെയ്തതല്ല. അതുകൊണ്ട് തങ്ങളുടെ മേല് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ദി ഇൻടോളറബിൾ ആക്ട് 1774 നിയന്ത്രണങ്ങൾ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? നിവേദനം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവര് എന്ത് ചെയ്തു? നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചു. നിവേദനം തയ്യാറാക്കുകയാണ് ഈ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച്. നമുക്ക് ആ നിവേദനത്തെ കുറിച്ച് നോക്കിയാലോ? ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് 3-ാമന് നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിലെ ആവശ്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ദയവായി ഒഴിവാക്കണം. അമേരിക്കൻ ജനതയുടെ അംഗീകാരമില്ലാതെ നിങ്ങൾ നികുതി ചുമത്തരുത്. ഓക്കെ, കാരണം അമേരിക്കൻ ജനത ഇപ്പോൾ തന്നെ ദാരിദ്ര്യത്തിലാണ്. അമേരിക്കൻ ജനതയുടെ അല്ലെങ്കിൽ അമേരിക്കൻ ജനതയുമായി സംസാരിച്ച് മാത്രമേ നികുതി ചുമത്താവൂ എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് 3-ാമന് നിവേദനം സമർപ്പിച്ചത് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം. നിവേദനത്തിൽ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണം. അമേരിക്കൻ ജനതയെ എന്ത് ചെയ്യണം? അംഗീകാരമില്ലാതെ നികുതി ചുമത്തുകയും ചെയ്യരുത്. അപ്പോ ജോർജ് 3-ാമൻ എന്ന രാജാവ് എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാർ ഒരുപാട് നിവേദനങ്ങൾ ബ്രിട്ടന് അയച്ചിട്ടുണ്ട്. ബ്രിട്ടൻ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി.
ബ്രിട്ടീഷ് രാജാവ് ജോർജ് മൂന്നാമനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റോ ഈ നിവേദനത്തിന് ഒരു മറുപടിയും നൽകിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇവര് ഫിലാഡൽഫിയയിൽ വീണ്ടും ഒരുമിച്ച് കൂടുക. അതിനെ നമ്മൾ ഫിലാഡൽഫിയ രണ്ടാം കോൺഗ്രസ് എന്ന് വിശേഷിപ്പിക്കും. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്. സെറ്റാണേ. അപ്പൊ തൽക്കാലം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് എന്നാ വിളിച്ചു ചേർത്തേ? 1774 സെപ്റ്റംബർ 5-ന്. വിശേഷണം എന്തായിരുന്നു? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്തായിരുന്നു കാരണം? അമേരിക്കൻ പ്രതിഷേധം അടിച്ചമർത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ബ്രിട്ടൻ പാസാക്കിയ ദി ഇൻടോളറബിൾ ആക്ട് 1774 എതിർക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ സമ്മേളനത്തിൽ 13 കോളനികളിൽ ജോർജിയ ഒഴികെ മറ്റ് 12 കോളനികളിലെ പ്രതിനിധികളും സമ്മേളിച്ചു. ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് നിവേദനം സമർപ്പിക്കപ്പെട്ടു. നിവേദനത്തിലെ ആവശ്യങ്ങൾ: വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ നീക്കണം. അമേരിക്കൻ ജനതയുടെ അംഗീകാരമില്ലാതെ ദയവായി നികുതി ചുമത്തരുത്. എളിമയുടെ രൂപത്തിൽ ഇവർ പറഞ്ഞു കേട്ടോ. തങ്ങൾ ആക്രമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, തങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കുവാനുള്ള അവകാശം നൽകിക്കൂടെ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്ന രീതിയിലായിരുന്നു നിവേദനം. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്താലോ? നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഥകളായിട്ട്. ഓക്കെ, മനസ്സിലുണ്ടാവുമെന്ന് കരുതട്ടെ. റിവിഷൻ ചെയ്താലോ? യെസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുവാനുള്ള ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞു അല്ലെ. ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത് ഇറ്റലിയിലാണ്. നാവിക പരിവേഷണത്തിന് സഹായം നൽകിയ രാജ്യം സ്പെയിനും. അമേരിക്കയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. വഴിതെറ്റി എത്തിയതാണ്. അദ്ദേഹം എത്തിയത് ഇന്ത്യയിലെന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ എത്തിച്ചേർന്നത് എവിടെയാ? വെസ്റ്റ് ഇൻഡീസിലെ ബഹാമസ് ദ്വീപിൽ. ഈ ബഹാമസ് ദ്വീപിലെ അമേരിക്കൻ നിവാസികളെ അദ്ദേഹം റെഡ് ഇന്ത്യക്കാരെന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ റെഡ് ഇന്ത്യക്കാർ എന്ന് അദ്ദേഹം വിളിച്ച ആൾക്കാര് ഗോത്ര നിവാസികളായിരുന്നു, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരായിരുന്നു, അഥവാ ആദിവാസികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചത് അത് ഇന്ത്യ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ശേഷം സമുദ്ര പര്യവേഷണത്തിനെത്തിയ മറ്റൊരു വ്യക്തിയായിരുന്നു അമേരിക്കോ വെസ്പൂച്ചി. ഇറ്റലിയിലാണ് ജനിച്ചത് അമേരിക്കോ വെസ്പൂച്ചി. ഭൂപട നിർമ്മാതാവും സമുദ്ര പരിവേഷകനുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമുദ്ര പരിവേഷണത്തിന് സഹായം നൽകിയതും ആര് തന്നെ? സ്പെയിൻ എന്ന യൂറോപ്യൻ രാജ്യം തന്നെ. കൊളംബസിനെ തിരുത്തിക്കൊണ്ട് അമേരിക്ക വൻകര ഏഷ്യയുടെ കിഴക്കൻ ഭാഗമല്ല എന്ന് ഇദ്ദേഹം തെളിയിച്ചു, മറിച്ച് അതൊരു പുതിയ വൻകരയാണ്. അപ്പോൾ കൊളംബസ് കണ്ടെത്തിയത് ഇന്ത്യ അല്ലെന്നും അത് പുതിയൊരു വൻകരയാണെന്നും പറഞ്ഞുകൊണ്ടുകൊണ്ട് അമേരിക്ക വെസ്പൂച്ചിയുടെ സ്മരണാർത്ഥം ആ പുതിയ വൻകരയ്ക്ക് എന്തെന്ന് പേര് നൽകി? അമേരിക്ക എന്ന പേര് നൽകുക. ബ്രിട്ടീഷുകാരുടെ വടക്കേ അമേരിക്കയിലുള്ള കുടിയേറ്റം. നമ്മൾ പറഞ്ഞു വടക്കേ അമേരിക്കയിലെ ആദിമ നിവാസികൾ ഗോത്രവർഗ്ഗക്കാരാണ്. അവരെ റെഡ് ഇന്ത്യക്കാരെന്ന് ആദ്യമേ വിളിച്ചത് കൊളംബസ് ആണ്. അത് പേര് തന്നെ വീണ്ടും നമ്മൾ തുടർന്നു. അപ്പോൾ വടക്കേ അമേരിക്കയിലെ ആദിമ നിവാസികൾ റെഡ് ഇന്ത്യക്കാരായിരുന്നു. യൂറോപ്പില് മതനവീകരണത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവിക മതപീഡനം ഉണ്ടാകുന്നു. അങ്ങനെ യൂറോപ്പിലെ പല രാജ്യത്തു നിന്നും ജനങ്ങൾ ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റ് വൻകരകളിലേക്ക് കുടിയേറാൻ ആരംഭിക്കുന്നു. അങ്ങനെ തന്നെ വടക്കേ അമേരിക്കയിലും 16-ാം നൂറ്റാണ്ട് മുതൽ കുടിയേറ്റം ആരംഭിച്ചു. എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറ്റം അതിശക്തമായി മാറിയത് ഇംഗ്ലണ്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ക്രിസ്തുമതത്തെ ഉപേക്ഷിച്ചു. മതനവീകരണത്തിന്റെ ഭാഗമായി ക്രിസ്തുമതത്തെ ഉപേക്ഷിക്കുകയും സാധാരണക്കാരായ ജനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗമായ ആംഗ്ലിക്കൻ മതത്തിലേക്ക് കൂറുമാറുകയും ചെയ്തു. അതിനെ വിമർശിച്ച നമ്മുടെ സ്റ്റുവർട്ട് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു ജെയിംസ് ഒന്നാമൻ. സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ആദ്യ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് മതപീഡനം അതിശക്തമായി തുടരുന്നതിനാൽ ഇംഗ്ലണ്ടിൽ നിന്ന് വളരെയധികം പേര് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ 17-ാം നൂറ്റാണ്ടില്, കൃത്യമായി പറഞ്ഞാൽ 1620 ഇംഗ്ലണ്ടിൽ നിന്ന് മേഫ്ലവർ എന്ന കപ്പലില് വടക്കേ അമേരിക്കയിൽ എത്തിയ ജനങ്ങളാണ് ആദ്യമായി വടക്കേ അമേരിക്കയിൽ സ്ഥിരതാമസം ആരംഭിക്കാൻ തീരുമാനിച്ചത്. കാരണം അവർ ഇംഗ്ലണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതിനു മുമ്പും ശേഷവും ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയിലെ റെഡ് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാൻ ഒരുപാട് കച്ചവടക്കാർ വന്നിരുന്നു. അവര് റെഡ് ഇന്ത്യൻസിൽ നിന്ന് സാധനങ്ങൾ കൈവശപ്പെടുത്തി എന്ത് ചെയ്തിരുന്നു? സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. എന്നാൽ സ്ഥിരതാമസമാക്കണം എന്ന ലക്ഷ്യത്തോടെ എത്തിയത് ഈ മേഫ്ലവർ എന്ന കപ്പലിൽ പെട്ടവരായിരുന്നു. അവർ റെഡ് ഇന്ത്യൻസിന്റെ മാതൃകയിൽ എന്ത് ചെയ്തു? കുടിയേറ്റം ആരംഭിച്ചു, സ്ഥിരതാമസം ആരംഭിച്ചു. അവിടെ താമസിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് കുടിയേറ്റക്കാരെയാണ് നമ്മൾ തീർത്ഥാടക പിതാക്കന്മാരെന്ന് വിളിക്കുക. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ, അതായത് അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് ഈ ബ്രിട്ടീഷുകാർ തീർത്ഥാടക പിതാക്കന്മാർ 13 കോളനികളാണ് സ്ഥാപിക്കുക. തുടർന്ന് റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയുടെ വടക്കൻ ഭൂപ്രദേശത്തേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. കോളനികളില്
ബ്രിട്ടീഷ് കച്ചവടക്കാർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. തീർത്ഥാടക പിതാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ആദ്യകാലത്ത് അംഗീകരിച്ചെങ്കിലും പിന്നീട് അത് അരോചകമായി തോന്നുകയും പ്രതിഷേധം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണമായത് ചില ചിന്തകരുടെ പ്രബോധനങ്ങളാണ്. ജോൺ ലോക്ക് പറഞ്ഞു, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. തോമസ് പെയിൻ എന്ന ചിന്തകൻ പറഞ്ഞു, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കിഴങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. അതിലൂടെയാണ് അമേരിക്കയിലെ അടിമത്തത്തെക്കുറിച്ച് അദ്ദേഹം ലോക ജനതയെ തുറന്നു കാട്ടുന്നത്. ഇത്തരം ചിന്തകരുടെ പ്രേരണ അമേരിക്കൻ ജനത പ്രത്യക്ഷ സമരത്തിലേക്ക് വരാൻ കാരണമായി. എന്തുകൊണ്ട് അമേരിക്കൻ ജനത പ്രതിഷേധത്തിന് കാരണമായി? എന്തുകൊണ്ട് അവർക്ക് ദേഷ്യമുണ്ടായി? ബ്രിട്ടീഷ് ആധിപത്യം അവർ അംഗീകരിക്കാതെയായി? അതിന് കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി അമേരിക്കൻ ജനതയെ അഥവാ തീർത്ഥാടക പിതാക്കന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി പല കാലഘട്ടത്തിലും പല നിയമങ്ങൾ പാസാക്കി. ഈ നിയമങ്ങളെ പൊതുവായി നമ്മൾ വിളിക്കുന്നതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമായിരുന്നു മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഇതായിരുന്നു 1651 നാവിക നിയമം. ഇതിലൂടെ ലക്ഷ്യമിട്ടത് മറ്റ് രാജ്യങ്ങളുമായി ഈ കോളനിയിലെ നിവാസികൾ കച്ചവടം നടത്താൻ പാടില്ല. അതുതന്നെയാണ്. എന്തെങ്കിലും വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ആര് വഴി മാത്രമേ പറ്റത്തുള്ളൂ? ഇംഗ്ലണ്ടിൽ നിന്ന്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു രണ്ടാമത്തെ നിയമം. ഇത് ഷുഗർ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1764 ഷുഗർ ആക്ട് 1764. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ചു. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം എന്ത് ചെയ്യണം? ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത് സ്റ്റാമ്പ് ആക്ട് 1765 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഈ സൈന്യം എന്തിനാ വരുന്നത്? കച്ചവടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതും ജനങ്ങൾക്ക് പ്രതിഷേധമായി. കറൻസി അച്ചടിക്കാനുള്ള അധികാരം ഇംഗ്ലണ്ടിനായിരിക്കും, അമേരിക്കയിലെ കോളനി നിവാസികൾക്കില്ല എന്ന് പ്രഖ്യാപനം വന്നു. അതോടുകൂടി സാമ്പത്തിക വിതരണം പൂർണ്ണമായും ആരുടെ നിയന്ത്രണത്തിലായി? ബ്രിട്ടന്റെ. ഇതിന് കാരണമായ നിയമമാണ് 1764 കറൻസി നിയമം എന്ന പേരിൽ അറിയപ്പെടുക. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം എന്ന നിയമം കൊണ്ടുവന്നു. ഇതാണ് ടീ ആക്ട് 1773. യഥാർത്ഥത്തിൽ ഈ ടീ ആക്ട് പാസ്സാക്കിയതാണ് അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരെ ചൊടിപ്പിച്ചത്. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16 നടന്ന ഒരു സംഭവമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. റെഡ് ഇന്ത്യക്കാർന്ന ഗോത്ര നിവാസികളുടെ വേഷം ധരിച്ചെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്ത് ചെയ്തിരുന്നു? ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലീഷ് കപ്പലിൽ അമേരിക്കയിൽ ഇറക്കാൻ കൊണ്ടുവന്ന തേയിലപ്പെട്ടികൾ എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. എത്ര പെട്ടികളാ? 342. അതിന് നേതൃത്വം നൽകിയത് ജോൺ ആഡംസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ജോൺ ആഡംസ് ആയിരുന്നു. അങ്ങനെ ഈ ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ബ്രിട്ടീഷുകാർ കനത്ത നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ തുടങ്ങി. ആ കടുത്ത നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് അമേരിക്കയിലെ കോളനി നിവാസികൾ ഒരുമിച്ച് കൂടുന്നത്. ഇതാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നത് 1774 സെപ്റ്റംബർ 5. വിശേഷണം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്തായിരുന്നു കാരണം? അമേരിക്കൻ പ്രതിഷേധം അടിച്ചമർത്താൻ ബ്രിട്ടൻ പാസാക്കിയ ദി ഇൻടോളറബിൾ ആക്ട് 1774 എതിർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ജോർജിയ ഒഴികെയുള്ള മറ്റ് 12 കോളനികളിലെയും പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് ഒരു നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിൽ പ്രധാന ആവശ്യങ്ങൾ ഇവയായിരുന്നു: വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുന്ന നിയന്ത്രണങ്ങൾ ദയവായി ഒഴിവാക്കണം. അമേരിക്കൻ ജനതയുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത്. കാരണം ഇപ്പോൾ തന്നെ അമേരിക്കൻ ജനതയ്ക്ക് സമ്പത്തില്ല. സമ്പത്തിന്റെ വിതരണം മൊത്തം ആരാണ്? ഇംഗ്ലണ്ടാണ്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയും ലഭിക്കുന്നില്ല. അതിലൂടെ നികുതി കൂടെ വരുമ്പോൾ ജനജീവിതം വളരെ ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ഇത് ദയവായി പരിഗണിക്കണം. പക്ഷേ ബ്രിട്ടൻ എന്ത് ചെയ്തില്ല? പരിഗണിച്ചില്ല. ഓക്കെ, ജോർജ് മൂന്നാമന്
ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം നൽകിയ നിവേദനം അംഗീകരിക്കപ്പെട്ടില്ല. പകരം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനാണ് ആര് ശ്രമിച്ചത്? ജോർജ് മൂന്നാമനും ബ്രിട്ടീഷ് പാർലമെന്റും അഥവാ ബ്രിട്ടീഷ് ഗവൺമെന്റും. ഇതാണ് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലേക്ക് നയിക്കുക. നമുക്ക് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസും തുടർന്ന് നടന്ന സംഭവവികാസങ്ങളും അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ദയവായി പഠിച്ചിട്ട് വരിക. നമുക്ക് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാം. ആധികാരികമായി SCERT ഫാക്ട് ഉൾപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് 1 മാർക്ക് പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നഷ്ടമാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ്സിൽ കാണാം.